ഹലോ ഹായ് കൂട്ടുകാരേ. അപ്പോൾ ഒരു കുഞ്ഞു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ വെള്ളം തിളപ്പിച്ച് പാത്രം കഴുകാനുള്ള പുറപ്പാടിലാണ് ചേട്ടൻ. പിന്നെ ഇന്ന് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുവാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ചായ വേണമെന്ന് പറഞ്ഞ് ഈ തൊണ്ട പൊട്ടിയത് കാരണം ഇച്ചിരി എന്താ പറയുന്ന പാല്, ചായ, ജ്യൂസുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഇപ്പോൾ കൂടുതലും കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ കടലയൊക്കെ തലേന്ന് വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എന്നും വീടിടുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്നെ കാണണ്ടേ? അപ്പോൾ രാവിലെ തന്നെ മുടക്കം എണീറ്റിരിക്കുന്ന കോലമാണ്. ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ട് വീണ്ടും പോയി കിടക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ജീവിതങ്ങൾ. കണ്ടോ, ചേട്ടനാണ് ചായ ആറ്റുന്നത്. നല്ല വൃത്തിയായിട്ട് ആറ്റുന്നുണ്ട്. പാവം എല്ലാം ചെയ്തു തരും കേട്ടോ. ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ നോക്കാൻ വേറെ ഒരാളെ കൊണ്ട് പറ്റുമോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും എല്ലാ ജോലിയും ചെയ്ത് ഫുഡും ഗുളികകളാണെങ്കിലും കറക്റ്റ് സമയത്ത് എല്ലാം. ഞാൻ കിടക്കുമല്ലേ, വീഴുന്നത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ മകളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത്. ആശുപത്രിയിലും മകളായിരുന്നു. വീട്ടിൽ വീണാലും അവൾ ഓടി വരും. ഓടി വന്നൊരു കൈപിടുത്തമുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആ പൊടികളൊക്കെ ഇട്ട് നമ്മളെ കടല തയ്യാറായി വെന്തിരിക്കുന്നു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വിസിലടുപ്പിച്ചാൽ ആ കടല റെഡിയായി. അപ്പം പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ പുട്ടും കൂടെ ആയതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ കേട്ടോ. അങ്ങനെ എനിക്ക് ചായയൊക്കെ ഒഴിച്ച് വെച്ചേക്കുവാണ്. ഇനി ചായ ഞാൻ തന്നെ ഒഴിച്ച് കുടിക്കാമെന്ന് വെച്ചു. കാരണം മകൾ അവിടെ നമ്മൾ അക്കൂനും ചക്കീനെയൊക്കെ കഴുകാനും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുടിച്ചിട്ട് വേണം കുറച്ച് റെസ്റ്റ് എടുക്കാൻ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് എപ്പോഴാണ് വീഴുന്നത് എങ്ങനെയാണ് വീഴുന്നത് ഒന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ. അത് എന്താണോ എന്തോ തലയുടെ ഞരമ്പിൻ്റെ പ്രശ്നമെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുമെന്ന് തോന്നുന്നില്ലേ? സോറി കേട്ടോ. അസുഖമുള്ളതുകൊണ്ടാണ് അസുഖമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തലേന്ന് എന്നെ എൻ്റെ ഇത്താമാർ കാണാൻ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ എന്നോട് എന്തോ പിണക്കമാണ്. പക്ഷേ അവർക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെ ഇത്താമാർ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെയാണ് ഞാൻ കാണിച്ചത്. ഇത്താമാർ വന്ന്, പിന്നെ അവിടുത്തെ ഒരു മേഡമുണ്ട്, ബന്ധു മേഡം വന്ന്, പിന്നെ മിനി ചേച്ചി, ചിട്ടി ഉള്ള മിനി ചേച്ചി ഉണ്ട് കേട്ടോ. അങ്ങനെ നാല് പേരും കൂടെ വന്നത്. പിന്നെ മിനി ചേച്ചിയുടെ മോളുണ്ടായിരുന്നു, ചിട്ടി ചേച്ചിയാണ്. ഞങ്ങളവിടെ ഞാൻ വജ്രയിൽ ജോലി ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ അവരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ് ഒരു ദിവസം വരുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. ചേട്ടൻ കടയിൽ പോയി. മോള് പിന്നെ പതിവ് പോലെ നമ്മളെ കൂടൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ അക്കവും ചക്കും വെയിൽ കൊള്ളാനായിട്ട്, അക്കവും ചക്കിയും വെയിൽ കൊള്ളാനായിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കുവാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ചുമ്മാ ദിവസവും വീഡിയോ എന്താണെന്നറിയാമോ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ. അതിന് വേണ്ടിയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ആ ചക്കി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ട്. ചക്കി ഉണങ്ങി എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ചക്കി ഉണങ്ങി വരുന്നു. അക്കൂന് വലിയ കുഴപ്പമൊന്നുമില്ല. അതാ വെയിലൊക്കെ കൊണ്ട് സുഖമായിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ രണ്ടുപേരെയും രണ്ട് കൂട്ടിലാക്കി. ഒറ്റയ്ക്കൊക്കെ ഒരുമിച്ച് കിടന്നേയില്ലേ, ഇപ്പം വേറെ ആക്കിയിട്ടേക്കുവാണ്. അങ്ങനെ അക്കവും ചക്കിയും സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവിടെ മോൻ്റെ റൂമിൻ്റെ അടിയിൽ ചക്കി ഓടിപ്പോയി, എന്ന് വെച്ചാൽ അടയ്ക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഉറക്കം എണീറ്റില്ല കേട്ടോ. 7 മണിയൊക്കെ ആയതേ ഉള്ളൂ. ഇവിടെ പുട്ടൊക്കെ വെച്ചു, കടലക്കറിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞു. പിന്നെ ദാണ്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പാല് കാച്ചിക്കൊണ്ട് വെക്കുവാണ്. ഇപ്പോൾ മോള് കുറച്ച് പാലൊക്കെ കുടിക്കും കേട്ടോ. അപ്പം ഞാനിപ്പം കുടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവളും കുറച്ചൊക്കെ കുടിക്കാനൊക്കെ തുടങ്ങി. മറ്റത് പാലൊന്നും കുടിക്കത്തില്ല, പിന്നെ ഹോർലിക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുളി കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വീണ് അങ്ങനെ ക്ഷീണിച്ച് വന്ന് കിടക്കുകയാണ്. അപ്പോൾ വെള്ളം കുടിക്കാൻ കൊണ്ട് തന്ന് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം വീണ്ടും കിടന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു വീഴ്ച ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് എഴുന്നേറ്റ്. കാരണം കുറേ ഗുളികയുണ്ട് കഴിക്കാൻ. അപ്പോൾ എനിക്ക് വാരി കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് മോള് വാരി തന്നേ ഇത് കേട്ടോ. അപ്പം എൻ്റെ അമ്മ എൻ്റെ മകളാണ്. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പാലിൽ ഹോർലിക്സ് ഇട്ടിട്ട് എന്തുവാ പറയുന്നത്, ഫുഡ് വായിച്ചിട്ട് അത് കുടിക്കും. എന്നാലും എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര നീറ്റലാണ്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി അങ്ങനെയൊക്കെ കഴിപ്പൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പം കുറവുണ്ട്, പഴയ ഇതിൽ നിന്നും നല്ല മാറ്റമുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടി ബ്ലഡ് വരും. അപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം സഹിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഗുളികകൾ പറക്കുന്നുണ്ടോ. എൻ്റെ അമ്മ എനിക്ക് ഗുളിക തരുവാണ്. അങ്ങനെ ഗുളിക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. രാവിലെ ഉച്ചയ്ക്കും പിന്നെ 2 എണ്ണേ ഉള്ളൂ. രാവിലെയും രാത്രിയാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ ഗുളിക കഴിപ്പും കഴിഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും കിടക്കും കേട്ടോ. അപ്പോൾ കിടന്നപ്പോഴത്തേക്ക് ഇന്ന് വലിയ പണികളൊന്നുമില്ല. ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാമെന്ന് വെച്ചുകൊണ്ട് ചേട്ടനും മോളും കൂടെ പിന്നെ എൻ്റെ കൂടെ കിടന്ന് കുറച്ച് നേരം അവിടെ അടികൂടലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കും കേട്ടോ. ഇതേ കണക്കാണ് ഞാൻ വീഴുമ്പം പിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് പിടിച്ചാൽ, പക്ഷേ എന്നിട്ട് അവിടെ അടികൂടാനായിട്ട് കിടക്കുവാണ് കേട്ടോ. അവിടെ അച്ഛൻ കിടപ്പുണ്ട്. അച്ഛനായിട്ട് അടികൂടി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്നത്. അവളിപ്പം ബലമില്ലാതെ പിടിക്കുന്നെങ്കിലും അന്നേരം ഞാൻ വീഴുമ്പോൾ അവളാണ് അങ്ങനെ പിടിക്കുന്നത്. അത് ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നാലല്ലേ പിടിച്ചത്. അപ്പോൾ അങ്ങനെ കള്ള ഉറക്കമൊക്കെ ഉറങ്ങി അവിടെ കിടന്ന് കുറേ കളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ എൻ്റെ മടിയിൽ കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ജോലിയൊന്നുമില്ല. രാവിലെ പുട്ടും കടലയും കഴിഞ്ഞ് പിന്നെ കഞ്ഞിയും
അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞങ്ങളെ കളികളും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സബർ ജെല്ലി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോള് ജ്യൂസ് അടിക്കാനൊക്കെ എണീറ്റ് പോയി. അങ്ങനെ പിന്നെ അതൊക്കെ കുടിക്കും. ഞാൻ പറഞ്ഞില്ലേ ഓറഞ്ച് സബർ ജെല്ലി അതൊക്കെ കുടിക്കുമ്പം ഭയങ്കര ഒരു ആശ്വാസം തൊണ്ടയ്ക്ക് കേട്ടോ. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അങ്ങനെ അതെല്ലാം കഴുകിയൊക്കെ വെച്ചു. കുറച്ചേ ഉള്ളായിരുന്നു, കാരണം രാവിലത്തെ ചായ ഇടലും അതൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ സബർ ജെല്ലി, അങ്ങനെ അത് പിന്നെ എന്താ പിഴിഞ്ഞെടുത്ത്, പിന്നെ കുറച്ച് മധുരം, ഞാൻ മധുരമില്ലാതെയാണ് കുടിക്കുന്നത്, കാരണം എല്ലാ ജ്യൂസുകളോടെ കുടിക്കുന്നതുകൊണ്ട് ഇനി ഷുഗറും കൂടെ വന്നാൽ പിന്നെ അതും തൊല്ലയാവത്തില്ലേ. അങ്ങനെ ഐസൊക്കെ ഇട്ടിട്ട് മകൾ ഇത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് എടുക്കും. അപ്പോഴത്തേക്കും മോൻ വന്ന്, പിന്നെ മോൻ്റെ ഗ്ലാസ് മോൻ എടുത്തുകൊണ്ട് പോയി. ഞാനും അവളും കൂടെ ഒരുമിച്ച്, പിന്നെ ചേട്ടൻ കുടിച്ചില്ല കേട്ടോ. ചേട്ടൻ ഇങ്ങനെയുള്ള ഐറ്റംസൊന്നും വലിയ താല്പര്യമില്ല. ചിലപ്പം ഓറഞ്ച് ജ്യൂസാണെങ്കിൽ ചിലപ്പം കുടിക്കും, ചിലപ്പം കുടിക്കത്തില്ല. അങ്ങനെയൊക്കെ എൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അന്നതാ മോൻ മുന്നേ കുടിക്കാനായിട്ട് പോയി. പിന്നെ ഞാനും മോളും കൂടെ കുടിക്കാനായിട്ട് അവിടെ പോയി ഇരുന്നു. ഞങ്ങൾ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ചേട്ടനില്ല എന്തോ നമ്മളെ സോപ്പ് പൊടി കലക്കിക്കൊണ്ട് ഒഴിച്ചതാട്ടോ കഴുകാനായിട്ട്. അപ്പോൾ അതാ രണ്ടുപേരും ചിയേഴ്സ് പറഞ്ഞ് കുടിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, നാളെ കാണാം.